അപ്പം നമുക്ക് ഈ ദീപാവലിക്ക് അടിപൊളി ഹോം മെയ്ഡ് മൈസൂർ പാക്ക് ഉണ്ടാക്കിയാലോ. അതിനായി 1.5 കപ്പ് കടലമാവ് നമുക്ക് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതൊരു മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ആരും വിട്ടുപോകരുത്. ചെറിയൊരു അരിപ്പയിലിട്ട് അരിച്ചെടുത്ത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്നും വറുത്തെടുക്കേണ്ടതുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് എണ്ണ ഒടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് എടുക്കണം. നെയ്യ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് 2 കപ്പ് നെയ്യ് ഉരുക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിലും 1 കപ്പ് നെയ്യും കൂടെ തുല്യമായിട്ട് എടുത്ത് നമുക്ക് ഉരുക്കിയെടുക്കാം. അതിനുശേഷം അതങ്ങനെ ചൂടായി തന്നെ ഇരിക്കണം. ആ സമയത്തേക്ക് നമുക്ക് കടലമാവ് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് മൂത്ത് പോകണ്ട കേട്ടോ. കടലമാവിൻ്റെ ഒരു പച്ച മണം മാറി ഒരു നല്ല ഫ്ലേവർ വരും. ആ സമയം വരെ നമ്മൾ കൈവിടാണ്ട് ഇളക്കണം. അതിനുശേഷം നമ്മൾ ആ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറേശ്ശെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് പതിയെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എണ്ണ ചൂടുള്ള എണ്ണ ആയിരിക്കണം കേട്ടോ. ഇത് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. വിസ്ക് ഇല്ലായെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടയൊന്നും കെട്ടാണ്ട് നമുക്ക് കിട്ടും. കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ച്. അതിനുശേഷം നമുക്ക് പഞ്ചസാര പാനി കാച്ചാൻ വേണ്ടി വയ്ക്കാം. ഒരു 20 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊരു 1 നൂൽ പരുവായി വരണവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. 1 നൂൽ പരുവായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവും എണ്ണയും കൂടെയുള്ള മിക്സ്ചർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ ഇത് കട്ട ഇട്ടാണ്ടിരിക്കാൻ വേണ്ടി. അപ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് കൈ വിടാണ്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ, എണ്ണ ചൂടായിട്ട് എണ്ണ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ, ആ എണ്ണയിൽ നിന്ന് ഓരോ സ്പൂൺ എണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേക്കും ഈ കടലമാവ് എണ്ണ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് വീണ്ടും ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ തിളച്ച എണ്ണ ഒഴിക്കുന്നത് ആ ഒരു മാവെല്ലാം ഒരു പിരിപിരാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. ആ ഒരു അവസ്ഥയിൽ നമ്മളിത് തീ ഒന്ന് ഓഫ് ചെയ്യണം. അതായത് എണ്ണ കുറച്ച് തെളിഞ്ഞും വരും, മാവ് ഒരു പിരിപിരാ ഒരു അവസ്ഥ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും. ചൂടോടെ തന്നെ മാറ്റണം കേട്ടോ. കുറച്ച് നെയ്യ് തേച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ആ ചൂടോടെ തന്നെ നമ്മൾ ആവശ്യമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തും കൂടെ വയ്ക്കണം. പിന്നീട് കട്ടിയായി കഴിഞ്ഞാൽ മുറിച്ചെടുക്കാൻ പറ്റില്ല, പൊട്ടി വരും. അപ്പോൾ അങ്ങനെ ഷേപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മൈസൂർ പാക്ക് റെഡിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. 3 മണിക്കൂറെങ്കിലും തണുക്കാൻ വയ്ക്കണം. ഇവിടെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല, അതിന് മുന്നേ തീർന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി സാധനമാണ്. ദീപാവലിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജിക് മൈസൂർ പാക്കാണ്. ഇപ്പം കടയിൽ നിന്ന് കിട്ടണൊക്കെ ഗീ മൈസൂർ പാക്ക്, അതെനിക്ക് വലിയ ഇഷ്ടമല്ല. ഇതെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോഴാണ് ശരിയായപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ദിവാലി. ടാറ്റ ബൈ ബൈ.